സിഡ്നി മലയാളി റേഡിയോ 2000. സിഡ്നി മലയാളി റേഡിയോയുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നമസ്കാരം. ഞാൻ എമി റോയ്. പാട്ടിന്റെ വഴികളിലൂടെ എന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന അതിഥി മഞ്ജുള ഉമ്മർ. ഓൾ ഇന്ത്യ റേഡിയോയിൽ ജോലി ചെയ്തിരുന്ന മോളി, സിഡ്നിയിൽ നമുക്ക് നല്ല പാട്ടുകൾ പാടിത്തന്ന, സ്നേഹം കൊണ്ട് സാന്ത്വനം തന്ന മോളി ചേച്ചി, ഇപ്പോ കൊച്ചുകുട്ടികൾക്ക് മലയാളത്തിന്റെ മാധുര്യം പകർന്നു കൊടുക്കുന്ന മോളി ആന്റി. തലമുറകൾ മാറി മാറി വരുമ്പോഴും മഞ്ജുള ഉമ്മർ എന്ന മോളിയോട് നമുക്ക് സ്നേഹം കൂടി വരുന്നതേയുള്ളൂ. മോളി ചേച്ചിയുടെ വിശേഷങ്ങൾ നമുക്ക് മോളി ചേച്ചിയോട് തന്നെ ചോദിച്ചറിയാം. ചേച്ചി സ്വാഗതം. സ്വാഗതം. ചേച്ചിയുടെ പാട്ടിന്റെ വഴികളിലൂടെ നടക്കാൻ ഞങ്ങളും വരട്ടെ. തീർച്ചയായും. അപ്പൊ വളരെ നല്ലൊരു മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് മോളി ചേച്ചി വരുന്നത് അല്ലേ? ഒന്ന് പരിചയപ്പെടുത്താമോ ആ കുടുംബത്തെയും പിന്നെ ബാല്യകാലത്തെയും ഒക്കെ? വലിയ മ്യൂസിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയാൻ അത്രയ്ക്കൊന്നുമില്ല, എന്നാലും മ്യൂസിക്കലി ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ഫാമിലിയാണ് എൻ്റെ. എൻ്റെ അമ്മ വയലിൻ വായിക്കുമായിരുന്നു നല്ലവണ്ണം. അതേമാതിരി മൗത്ത് ഓർഗൻ വായിക്കുമായിരുന്നു, ഓർഗൻ വായിക്കുമായിരുന്നു. അമ്മയുടെ അച്ഛനും വളരെ വലിയൊരു വയലിനിസ്റ്റ് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്യുന്നൊന്നും കേട്ടിട്ടില്ല. പിന്നെ എൻ്റെ ഓൺ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, കസിൻസ് എല്ലാവരും പൊതുവെ പാട്ടിൽ വളരെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണ്. അത്രയും പറയാനുള്ളൂ. ഈ ബാല്യത്തിൽ എപ്പോഴാണ് മോളി ചേച്ചിയുടെ ഇൻട്രസ്റ്റ്, സംഗീതത്തോടുള്ള ആ ഒരു ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ടാലന്റ് തിരിച്ചറിഞ്ഞത്? അമ്മ പറയായിരുന്നു ഞാൻ വളരെ ചെറുപ്പത്തിലെ പാടുമായിരുന്നു എന്ന് പറയുന്നു. അപ്പോഴേ ഇൻട്രസ്റ്റ് കണ്ടിരുന്നു എന്ന് അമ്മ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈവൻ മൂത്ത ബ്രദേഴ്സൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അത്ര തന്നെ. അപ്പം അതുകൊണ്ട് അമ്മയാണ് ക്ലാസിക്കൽ പഠിക്കണം എന്നൊക്കെ നിർബന്ധിച്ച് എന്നെ ക്ലാസ്സിനൊക്കെ വിട്ടതും. ജാസ്തി ഇൻട്രസ്റ്റ് അമ്മയാണ് കാണിച്ചത്, എന്നെ എൻകറേജ് ചെയ്തത് പഠിക്കണം എന്നുള്ളത് വെച്ചിട്ട്. ഓക്കെ. അപ്പൊ ആദ്യത്തെ പാട്ട് പാടിയത് അങ്ങനെയുള്ള ഓർമ്മകളൊക്കെ എന്താ? ആ സമയത്തൊക്കെ ഈ ബാലലോകം, ശിശുലോകം എന്നൊക്കെ പറഞ്ഞിട്ട് ഓൾ ഇന്ത്യ റേഡിയോയിലുള്ള പ്രോഗ്രാംസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴുള്ള മാതിരി എവിടെ നോക്കിയിട്ടുണ്ടെങ്കിലും പാട്ടുകാർ അങ്ങനെയൊന്നും ഉള്ള സമയമായിരുന്നില്ല. അപ്പൊ പിന്നെ എവിടെയെങ്കിലും ഇങ്ങനെ പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെറിയൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ പോയിട്ട് AR പോയിട്ട് പ്രസന്റ് ചെയ്യുമായിരുന്നു പ്രോഗ്രാംസ്. അതെ, കുട്ടിയായിരിക്കുമ്പോ തന്നെ. ബാലലോകത്തില്, ശിശുലോകത്തില് പങ്കെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ എനിക്ക് അതൊന്നും ഓർമ്മ വരുന്നില്ല. അപ്പൊ അപ്പോഴേ ഞാൻ AR പാടുമായിരുന്നു. ചെറുതായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ സോളോസ് ഒക്കെ പാടുമായിരുന്നു. അതേമാതിരി എൻ്റെ ഒരു കസിന്റെ വലിയ കൂട്ടുകാരായിരുന്നു അർജുനൻ മാഷ്. അപ്പൊ അർജുനൻ മാഷ് പലപ്പോഴും കോഴിക്കോട് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അപ്പോൾ അർജുനൻ മാഷ് ഹാർമോണിയൊക്കെ പ്ലേ ചെയ്ത് തന്നെ പാട്ടൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പാട്ട് ഞാൻ സ്കൂളിലൊക്കെ പാടി ഉണ്ട്. ഓക്കെ. മലയാളത്തിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള മ്യൂസിക്കൽ കമ്പോസർ ആണ് അദ്ദേഹം എന്നാണ് പൊതുവെ എല്ലാവരും പറയാറ്, MK അർജുനൻ മാഷ്. അപ്പൊ അദ്ദേഹം തന്നെ ഒരു പാട്ട് പഠിപ്പിച്ച് അതിനുള്ള ഭാഗ്യം മോൾ ചേച്ചിക്ക് അത്രയും ചെറുപ്പത്തിലേ ഉണ്ടായി അല്ലേ? തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും. എനിക്കത് വലിയൊരു ഭാഗ്യമായിട്ട് അതൊക്കെ പിന്നെയാണ് റിയലൈസ് ചെയ്യുന്നത്. അന്നത്തെ ആ പാട്ട് പാടിയ ആ കാര്യം പറഞ്ഞ ഈ സമയത്ത് തന്നെ ചോദിക്കട്ടെ, ഞങ്ങൾക്കായിട്ട് മോൾ ചേച്ചിക്ക് ഇഷ്ടമുള്ള ഒരു പാട്ട് ഒന്ന് പാടിത്തരാമോ? യമുന വെറുതെ പാടുന്നു, യാദവം ഹരിമാധവം ഹൃദയഗാനം, നന്ദനം നറുചന്ദനം ശൗരീ കൃഷ്ണ, നന്ദലാല മനസ്സിലൊരുകും വെണ്ണ തന്നു, മയിൽക്കിടാവിൻ പീലി തന്നു, നന്ദലാല ഇനി എന്തു നൽകാൻ, എന്തു ചൊല്ലാൻ
ബാക്കി വെച്ച ഒരു നോവ് പാട്ടുമായി ഒഴുകുന്ന യമുന. എന്ത് ഭംഗിയുള്ള വരികളാണ് ഗിരീഷ് പുത്തഞ്ചേരി എഴുതിയതല്ലേ. ശ്വേതാ മോഹൻ സുജാത എന്ന ഗായികയുടെ നിഴലിന് കീഴിൽ നിന്ന് പുറത്തു വരുന്നതും നമ്മൾ ആദ്യമായി കണ്ടത് ഈ പാട്ടിലാണെന്ന് തോന്നുന്നു. ഔസേപ്പച്ചൻ എന്ന മ്യൂസിക് ഡയറക്ടറിന് വെൽ ഡിസേർവ്ഡ് ആയ നാഷണൽ അവാർഡ് കൊണ്ടു കൊടുക്കുകയും ചെയ്ത പാട്ട് എന്ന നിലയിൽ ഇത് ശരിക്കും ഒരു എക്സ്ക്വിസിറ്റ് ആയ ക്രിയേഷൻ ആണല്ലേ. ഒരു ഭയങ്കര ചോയ്സ് ആയി പോയിട്ടോ ഇത്. മോൾ ചേച്ചി എങ്ങനെ പാടി എന്നതിനെ കുറിച്ച് ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ. ചേച്ചിയുടെ ഓർമ്മയുടെ താളുകളിലേക്ക് തിരിച്ചു വരുമ്പോൾ ഏതൊരു മലയാളിയുടെയും സ്വകാര്യമായൊരു ആഗ്രഹം മോളി ചേച്ചിക്ക് സാധിച്ചിട്ടുണ്ട്, നമ്മുടെ ദാസേട്ടന്റെ കൂടെ പാടുക എന്നുള്ളത്. ആ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഭാഗ്യം ആയിട്ട് തോന്നിയത് തന്നെ കോളേജിലൊക്കെ പഠിക്കുമ്പോഴായിരിക്കും. ആ സമയത്ത് ഞാൻ കോൺഫിഡൻ്റ് ആയിട്ട് പാടുന്ന ഒരു സിംഗറായിരുന്നു ആ സമയത്ത്. അപ്പം അതുകൊണ്ട് ഈ പ്രോഗ്രാമിന് വിളിച്ചപ്പോൾ ഞാൻ പോണം, നല്ലോണം പാടണം എന്നുള്ളതല്ലാതെ അതിനു വേണ്ടിയിട്ടൊരു പ്രത്യേകിച്ച് പാടി പ്രാക്ടീസ് ചെയ്യുകയോ അല്ലാണ്ട് അതിനായിട്ടൊരു നേർച്ചയോ ഇങ്ങനത്തെ യാതൊരു കാര്യവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റേജിൽ അന്ന് പോയി റിഹേഴ്സൽ ചെയ്തു. അവർ പാടാൻ പറഞ്ഞു, ഞാൻ പാടി. അപ്പോൾ പാടുമ്പോൾ തന്നെ ഞാൻ കാണുന്നുണ്ട് യേശുദാസ് സൈഡിൽ നിന്നിട്ട് എൻ്റെ പാട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. പക്ഷെ അപ്പോഴും യാതൊരു വിധത്തിലുള്ള ബേജാറോ ഒന്നുമില്ല. അത് നന്നായി പാടണം എന്ന് തോന്നി, നന്നായി പാടുകയും ചെയ്തു. വാസ്തവം പറഞ്ഞാൽ ഞാൻ അത് ആരോടും ഫ്രണ്ട്സിനോട് പോലും അങ്ങനെ കാര്യമായിട്ട് അങ്ങനെ പറഞ്ഞു നടക്കുകയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കോളേജിലേക്ക് എത്തിയപ്പോഴാണ് യേശുദാസിനെയും തന്നെ ഒരു ഭയങ്കരമായിട്ട് ആരാധിക്കാൻ തുടങ്ങിയെന്നുള്ളതാണ്. യേശുദാസിൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ അപ്പോഴാണ് തോന്നിയത്, എൻ്റെ ദൈവമേ, യേശുദാസിൻ്റെ ഒപ്പമല്ലേ പാടിയത് ഞാൻ എന്നുള്ളതല്ലാതെ വളരെ അത് ഇപ്പോഴൊക്കെ ആലോചിക്കുമ്പോൾ വലിയൊരു കാര്യം ഇപ്പോഴമാതിരി ഭയങ്കര ബ്ലെസ്സിങ് ആയിട്ട് ഇപ്പം തോന്നുന്നു. അപ്പം അങ്ങനെ ഭയങ്കര ഇതൊന്നും കാര്യമായിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല എനിക്ക് ആ സമയത്ത് എന്നുള്ളതാ വാസ്തവം. ഓക്കെ. അപ്പൊ ഏത് പ്രായത്തിൽ വെച്ചിട്ടായിരുന്നു ഇങ്ങനെ പാടിയത്? ഹൈസ്കൂളിൽ ഉള്ളപ്പോഴാണ്. എന്നും ഓർത്തിരിക്കാവുന്ന ഒരു നല്ല പീസ് ഓഫ് മെമ്മറിയാണ്. അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു അത് എറണാകുളം ടൗൺ ഹാളിലായിരുന്നു പ്രോഗ്രാം തോന്നുന്നു. ഏത് പാട്ടാണ് പാടിയത്? അന്ന് ഒരു പാൽ പോലവേ എന്നുണ്ട് തമിഴ് പാട്ട്, പി സുശീലയുടെ ഉയർന്ന മനിതൻ എന്ന് പറഞ്ഞ, അത് ആ സമയത്ത് ഭയങ്കര ഹിറ്റായിരുന്ന പാട്ടാണ്. അതെ അതെ അതെ. ആ പാട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മൂളാമോ, ഒരു വരി എങ്ങാനും? പാൽ പോലവേ என் தனிமை கண்டு நின்று போய்விடு தென்றலே என் தனிமை கண்டு நின்று പോய்വിട്. ഈ പാട്ട് 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ യേശുദാസിന്റെ അടുത്ത് വെച്ച് പാടിയെന്നാണ് പറയണത് അല്ലേ? അതെ അതെ അതെ. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ, ഇതിനേക്കാളും നന്നായി പാടിയെന്നാണ് വിശ്വാസം. തീർച്ചയായിട്ടും. ജയചന്ദ്രന്റെ കൂടെയും പാടാൻ പറ്റിയിട്ടുണ്ട് അല്ലേ? അതെ, ജയേന്ദ്രന്റെ കൂടെ പാടിയിട്ടുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ സോളോസ് പാടിയിരുന്നു. പിന്നെയും പ്രോഗ്രാമിന് വിളിച്ചെങ്കിലും ആ സമയത്ത് പഠിക്കുന്നത് കൊണ്ട് പിന്നെ പോയിട്ടില്ല പിന്നെ. അതെ, ശരി. പിന്നീട് മുതിർന്നപ്പോഴും അപൂർവതകൾ മോൾ ചേച്ചിയുടെ കൂടെ നടന്നു അല്ലേ? ജോലിയെക്കുറിച്ചും അന്നത്തെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഒന്ന് പറയാമോ? ARലെ ജോലിയാണോ ചോദിക്കുന്നത്? അതെ. അത് ദ ബെസ്റ്റ് ടൈം ഓഫ് മൈ ലൈഫ് എന്ന് തന്നെ പറയാം. അത് ഓർക്കുമ്പോൾ ശരിക്കും എനിക്ക് യേശുദാസിന്റെ ഒരു പാട്ട് ഓർമ്മ വരികയാണ്. ഓർമ്മകൾ ഓർമ്മകൾ ഓലോലം തകരുമീ തീരങ്ങളിൽ ഒരിക്കലെങ്കിലും കണ്ട മുഖങ്ങളെ മറക്കാനെഴുതാമോ? ഓർമ്മകൾ ഓർമ്മകൾ
ആ നല്ല ഭംഗിയുള്ള ഓർമ്മകൾ ഞങ്ങളോട് കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എന്താ പറയാ, എനിക്ക് ഈവൻ ആ സ്റ്റുഡിയോസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പോലും ഇപ്പൊ പോലും അത് ആലോചിക്കുമ്പോൾ മനസ്സ് നിറയുന്ന മാതിരിയാണ്. അവിടെ ജോലി ചെയ്യുമ്പോൾ പോലും ഓരോ ദിവസവും ആ സ്റ്റുഡിയോയിൽ മോർണിംഗ് ഡ്യൂട്ടിക്ക് ഏത് ഡ്യൂട്ടിക്ക് പോകുമ്പോഴും ആ സ്റ്റുഡിയോയിൽ പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മണം തന്നെ ഒരു ലഹരി മാതിരി. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അവിടെ വരുന്ന ആർട്ടിസ്റ്റ് ഒന്നാമത് അവിടെ ജോലി കിട്ടുക എന്നുള്ളത് തന്നെ ഒരു വലിയ സംഭവം തന്നെയായിരുന്നു. അവിടെ ജോലി കിട്ടാൻ അത്ര പ്രയാസം. ഞാൻ ഇന്റർവ്യൂവിന് പോയപ്പോൾ തന്നെ അവിടെ വന്നിരുന്ന ആൾക്കാരെ തന്നെ കാണുമ്പോൾ ഞാൻ ഒരിക്കൽ എൻ്റെ കോളേജിലൊക്കെ എത്രയോ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരുന്ന ഭയങ്കരമായിട്ട് നാടകത്തിലൊക്കെ അഭിനയിക്കുന്നവരും അവർ വരും, പിന്നെ എല്ലാ സ്റ്റേറ്റ്സിൽ നിന്നും ആൾക്കാർ വരും. അപ്പം ജോലി കിട്ടിയത് തന്നെ എനിക്ക് വലിയ ഭാഗ്യമായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ജോലി ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം അവിടെ വരുന്ന ഇപ്പോൾ ബാലമുരളീകൃഷ്ണ, MD രാമനാഥൻ, MS ഗോപാലകൃഷ്ണൻ വയലിൻ, പിന്നെ TV ഗോപാലകൃഷ്ണൻ, ഇങ്ങനെ ഞെരളത്ത് രാമപ്പൊതുവാൾ, എന്ത് കലയുടെ ഏത് ഇതിലായിരുന്നെങ്കിലും അതിൻ്റെ മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആചാര്യന്മാർ തന്നെ അവിടെ വന്നിട്ട് റെക്കോർഡിംഗ് സെഷൻസിനൊക്കെ വരിക എന്നുണ്ടെങ്കിൽ ഇവരുടെ റെക്കോർഡിംഗ് സെഷൻസിൽ കൂടെ ഇരുന്ന് കേൾക്കാനും അവരുടെ പല പ്രോഗ്രാമിനും കമ്പയർ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത്രയും നല്ല പ്രോഗ്രാംസ്, അത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഈ ടേപ്സ് ഒക്കെ പ്ലേ ചെയ്യാണ്. അത് പ്ലേ ചെയ്യുമ്പോൾ ഉള്ളൊരു അനുഭൂതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, അതാണ് എനിക്ക് ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും ദൈവം തന്ന ഭാഗ്യമായിട്ട് ഞാൻ ഇപ്പോഴും കരുതുന്നുണ്ട് എന്നുള്ളതാണ്. അത്രയ്ക്ക് സോ ബ്ലെസ്ഡ് ഐ വാസ്. ഓക്കെ, ഷുവർ. എന്തായാലും ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ ആരാണെങ്കിലും ഇങ്ങനെ തന്നെ വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ബ്ലെസ്സിങ്. സാധാരണ പലരോടും ജോലിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭയങ്കര വിരസമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് കാണാറ്. പക്ഷെ ഈ മോളി ചേച്ചിയോട് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മോളി ചേച്ചി വാചാലയാവുന്നതും അതിനെക്കുറിച്ച് തന്നെയല്ലേ? തീർച്ചയായിട്ടും. ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തപ്പോൾ ശരിക്കും തിക്കോടിയൻ, ഉറൂബ്, NN കക്കാട്, അക്കിത്തം, ജഗതി എനിക്ക് ആചാരി അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ARലാണ്, K രാഘവൻ അവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരുടെയൊക്കെ ഒപ്പം പല പ്രോഗ്രാംസിലും പങ്കെടുക്കാനും ഈവൻ മ്യൂസിക് കോൺസേർട്സിൽ, ഇൻവൈറ്റഡ് ഓഡിയൻസ് പ്രോഗ്രാംസിൽ, നാടകങ്ങളിൽ ഒക്കെ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. അപ്പോൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു തന്നെയായിരുന്നു. പക്ഷെ ആ ജോലി വിട്ട് സിഡ്നിയിലേക്ക് വന്നു അല്ലേ? പിന്നെ സിഡ്നിയിലെ ജീവിതത്തിൽ മ്യൂസിക്കിന്റെ റോൾ എങ്ങനെയാ? വലിയ റോളൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഒന്നാമത് അത്രയും ഒരു ഡ്രീം കം ട്രൂ എന്നുള്ള മാതിരത്തെ ജോലി നാട്ടിൽ ചെയ്തിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ അത്ര നല്ല ജോലിയൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എന്നാലും ഇത്ര ബോറായിട്ടുള്ള ജോലി കിട്ടുമെന്നും വിചാരിച്ചതാണ്. ഓസ്ട്രേലിയ പോസ്റ്റിലാണ് വർക്ക് ചെയ്തത്. അത് എന്തെന്നാ പറയാ, ഭയങ്കര ബോർ തന്നെയായിരുന്നു. തീരെ നേരെ എതിര് പറയും, മ്യൂസിക് ഒരു കലയായിട്ട് യാതൊരു ബന്ധമില്ല. ഇപ്പൊ പറയേണ്ട ആവശ്യമില്ലല്ലോ, അങ്ങനത്തെ ജോലിയായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ എന്താ ഒരു കേരള മ്യൂസിക് ക്ലബ് ഉണ്ടായിരുന്നു ഒരിടയ്ക്ക്. പിന്നെ അതേമാതിരി ഗീത് മാല, അങ്ങനെ അതിലൊക്കെ പാടിയിട്ടുണ്ട് ഞാൻ. പക്ഷെ അതൊന്നും അങ്ങനെ ലാസ്റ്റ് ചെയ്തില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നൊരു 2-3 പ്രോഗ്രാംസ് നടത്തിയിട്ടുണ്ടാവും കേരള മ്യൂസിക് ക്ലബ്ബ്, അതിലൊക്കെ പാടിയിരുന്നു ഞാൻ. പിന്നെ അതേമാതിരി ഇവിടെയുള്ള ബാക്കി കുറച്ച് ആർട്ടിസ്റ്റ് ഒക്കെ അതിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഗീത്മാല ഒന്നും ലാസ്റ്റ് ചെയ്തില്ല എന്നുള്ളതാണ്. പിന്നെ വെറുതെ ഇപ്പൊ വീട്ടില് ഗെറ്റ് ടുഗെദേഴ്സ് ഒക്കെ ഉള്ളപ്പോ പാടും. പിന്നെ ഓസിൻ കെയറിന്റെ പ്രോഗ്രാമിന് അതും തുടക്കത്തിൽ പാടിയിരുന്നു എന്നുള്ളതല്ലാതെ ഇപ്പൊ പാടാറില്ല. വാസം പറഞ്ഞെങ്കിൽ കുറേ ആയി പാടിയിട്ടില്ല, വല്ലാത്തൊരു ലോങ് ബ്രേക്ക് ആയിപ്പോയി. അതുകൊണ്ടാണ് പാട്ടിനെ അത് വല്ലാതെ, എൻ്റെ പാട്ടിനെ അതിൻ്റെ ക്വാളിറ്റി വല്ലാതെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇല്ല, ഒത്തിരി കാലങ്ങൾക്ക് ശേഷം ഇപ്പൊ പാടിയത് ഞങ്ങൾ സിഡ്നി മലയാളി റേഡിയോയുടെ ഓഡിയൻസിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് തന്നെ ഞങ്ങൾക്കൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. സിഡ്നിയിലെ KS ചിത്ര വന്നപ്പം ചേച്ചിക്കായിട്ട് സ്റ്റേജിൽ വെച്ച് ഒരു പാട്ട് പാടിത്തരുന്നത് കണ്ടു, അതും റിയൽ പെർഫോമൻസിന്റെ മുമ്പ്. അത് എന്താ സംഭവിച്ചതെന്നൊന്ന് പറയാമോ? അത് കേട്ടിരുന്നു അല്ലേ? കേട്ടിരുന്നു. ആരെങ്കിലും ഒരാളെങ്കിലും പറഞ്ഞുല്ലോ എന്നുള്ളത്. അത് ഞങ്ങൾ ഓസിൻ കെയർ ആണ് കൊണ്ടുവന്നത് ചിത്രേനെ. അപ്പോൾ തലേന്ന് ഞാനിങ്ങനെ ചിത്രേനോട് ഒരു പാട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഷാരിക്ക് ഒന്ന് പാടുമെന്ന് ചോദിച്ചിരുന്നു ചിത്രേനോട്. അപ്പോൾ ചിത്ര പറഞ്ഞു ചിത്രയ്ക്ക് വളരെ ഇഷ്ടമുള്ള പാട്ടാണ്, വൺ ഓഫ് ഹർ ഫേവറേറ്റ്സ് ആണത്,
പക്ഷെ പൊതുവെ ആരും അങ്ങനെ റിക്വസ്റ്റ് ചെയ്യാറില്ല അത് എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്ക് ഞാൻ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് തന്നെ ഒരു സന്തോഷമായി തോന്നുന്നു. അപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നെക്സ്റ്റ് ഡേ ഞങ്ങളിങ്ങനെ വെറുതെ ഹാളൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാൻ നേരത്ത് അവർ മൈക്കൊക്കെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു സ്റ്റേജിൽ ചിത്ര. അപ്പോൾ ചിത്ര പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ മോളി ചേച്ചിക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് മോളി ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു അങ്ങനെ എന്തോ പറഞ്ഞു. എന്നിട്ട് ഈ ശാരിക എന്നുള്ള പാട്ട് പാടിയത്, അത് ഫുൾ സോങ് പാടിയത് വെറുതെ ആ കീബോർഡിൽ പിച്ചെടുത്തിട്ട് ശരിക്കുണ്ടല്ലോ ഞാൻ സ്റ്റണ്ടായി പോയി എന്നുള്ളതാണ്. ആ പാട്ട് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ഞാൻ സ്റ്റേജിൽ വേഗം പോയി ഐ റിയലി ഹാഡ് ടു ഗിവ് ഹർ എ ഹഗ്. അത്രയ്ക്ക് സന്തോഷമായിപ്പോ എനിക്ക്. ചിത്ര എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടി എന്ന് പറഞ്ഞെങ്കിൽ വളരെ വളരെ സന്തോഷം. ബ്യൂട്ടിഫുൾ മൊമെന്റ്. പിന്നെ അത്ര ഇഷ്ടമുള്ള ആ പാട്ട് ഞങ്ങൾക്കായിട്ടൊന്ന് പാടിത്തരാമോ? പാടാൻ ശ്രമിക്കാം. അതേമാതിരി പണ്ടത്തെ മാതിരി പാടാൻ പറ്റുമോ എന്നറിയില്ല, എന്നാലും ശ്രമിക്കാം. ഞാനൊരു ഗാനമായി വീണ പാടും വീണമായി, ഞാനൊരു ഗാനമായി വീണ പാടും വീണമായി, സ്നേഹമാകും പൂച്ചൂടി ദേവതയായി ശാരികേ എൻ ശാരികേ, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, മാതളപ്പൂ പോലൊരു മാനസം ഞാനിന്നു കണ്ടു, ആരും കാണാതെ പൂച്ചൂടി ഞാനെന്നു പാടി ശാരികേ എൻ ശാരികേ. ഒത്തിരി രസമുണ്ട് കേട്ടോ ചേച്ചി ഈ പാടുന്നത് കേട്ടിരിക്കാൻ. ജാനകിയമ്മയുടെ പാട്ട്, 70കളിൽ വന്ന ഈ പാട്ട് ഇപ്പോഴും ഒരു എവർഗ്രീൻ സോങ് ആണ്. എനിക്ക് വളരെ അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമുണ്ട്. മോളി ചേച്ചി ഈ സ്വരം എങ്ങനെ എത്ര നന്നായിട്ട് സൂക്ഷിക്കുന്നത്? അതൊരു വല്ലാത്ത ചോദ്യമായിപ്പോയി. ഒന്നും ചെയ്യാറില്ല, ഇങ്ങനെ ആയിപ്പോയി എന്നുള്ളതാണ്. ഇപ്പൊ ചിത്ര ചേച്ചിയെ കുറിച്ചുള്ള മെൻഷൻ വന്നുകൊണ്ട് ചോദിക്കട്ടെ, ആരൊക്കെയാ ഇഷ്ടപ്പെട്ട പാട്ടുകാര്? എനിക്ക് പണ്ട് ലതയായിരുന്നു ഏറ്റവും ഫേവറേറ്റ്. ലതയുടെ പാട്ടാണ് ജാസ്തി പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. കാരണം ഞാൻ കോഴിക്കോട് പാടിക്കൊണ്ടിരുന്ന സമയത്ത് മലയാളം പാട്ടൊക്കെ പാടാൻ വേറെ ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഞാൻ ഹിന്ദി അല്ലെങ്കിൽ തമിഴ് അങ്ങനെയാണ് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ എനിക്ക് ചിത്രേനെ ഇഷ്ടമാണ്, സുജാതേനെ ഇഷ്ടമാണ്, മഞ്ജരി ഇഷ്ടമാണ്, ഈവൻ ശ്വേത വളരെ വളരെ ഇഷ്ടമാണ്. അവരൊക്കെ ഇഷ്ടമാണ്. അതെ അതെ. പാട്ട് എങ്ങനെ ഇരുന്ന് കേൾക്കാനാ ഇഷ്ടം? ഒത്തിരി പാടുകയും ഒത്തിരി പാട്ടുകാരെ ഇഷ്ടപ്പെടുകയും ഇപ്പൊ റീസെന്റ് ആയിട്ടുള്ള പാട്ടുകളെ വരെ ശ്രദ്ധിക്കുകയും ചെയ്യുന്ന മോളി ചേച്ചിക്ക് പാട്ട് എങ്ങനെ കേൾക്കാനാ ഇഷ്ടം? എങ്ങനെ കേൾക്കാന്ന് പറഞ്ഞെങ്കിൽ പൊതുവെ ഇപ്പൊ ഈവൻ കോൺസേർട്ടിന് പോവുകയാണെങ്കിൽ തന്നെ എനിക്കിപ്പോ എത്ര ഫ്രണ്ട്സും എത്ര ക്ലോസ് ആയിട്ടുള്ളവരൊക്കെ അടുത്തുണ്ടെങ്കിലും പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് ആരും അടുത്തില്ലാതിരിക്കുന്നതാണ് ഇഷ്ടം. എനിക്ക് ടോട്ടൽ സൈലൻസ്. പൊതുവെ ഞാനൊരു പാട്ട് കേൾക്കുമ്പോൾ ഈവൺ അതിൻ്റെ ഓരോ മ്യൂസിക് ബിറ്റും അതിൻ്റെ എല്ലാ സെക്കൻഡ്സ് വായിക്കുന്നത് പോലും ശ്രദ്ധിക്കും. അത്രയധികം ആസ്വദിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അതുകൊണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് കേൾക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതിനുശേഷമുള്ള വർത്താനേ ഉള്ളൂ. ഞാൻ പാട്ട് കേൾക്കുമ്പോൾ മിണ്ടാണ്ടിരുന്ന് കേൾക്കണം എന്നാണ് ആശ. ഇപ്പോഴും സാധിക്കാറുണ്ടോ? കോൺസെർട്ടിന് പോകുമ്പോ ഐ മേക്ക് ഷുവർ ഐ ഡു ദാറ്റ്. ഞാൻ വിചാരിക്കും ചിലപ്പോ ഇനി അങ്ങനെ ഒരു ചാൻസ്. ഇപ്പൊ ഈവൻ ചിത്ര വന്നപ്പോ തന്നെ ഞാൻ വിചാരിച്ചു ഞാൻ വെറുതെ ഒരു മൂലയ്ക്ക് ആരും അറിയാത്തവരുടെ അടുത്ത് പോയിരുന്നു. അപ്പൊ പിന്നെ ആരും വർത്താനം പറയില്ല, മിണ്ടാണ്ട് പോയിരുന്ന് കേൾക്കുക ചെയ്തത് തന്നെ. മലയാളം ക്ലാസ്സിൽ പഠിപ്പിക്കാറുണ്ട് അല്ലേ? അതെ അതെ. കുട്ടികളെ പാട്ടുകൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? കുട്ടികളെ പാട്ടൊക്കെ പഠിപ്പിക്കാറുണ്ട്. പാട്ടിനെക്കാളും കവിതകളാണ് പഠിപ്പിക്കാറുള്ളത്. വെച്ചിട്ടുണ്ടെങ്കിൽ അതാണ് ഈസിയർ എന്ന് തോന്നുന്നു എനിക്ക്. ശരി. കുട്ടികളും ഒത്തിരി എൻജോയ് ചെയ്യാറുണ്ടോ? അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഒബ്സർവേഷൻ ആയത്, അതുകൊണ്ട് ചോദിച്ചതാ. കവിതകള് അല്ല, അതെന്താണെന്നറിയോ, എനിക്ക് ഒന്നാമത് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടേ കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഇപ്പൊ കവിതകൾ എന്ന് പറഞ്ഞെങ്കിൽ അത്രയും സിമ്പിൾ ആയിട്ടുള്ള, ഇപ്പൊ കുഞ്ഞുണ്ണി കവിതകളാണ്. അത് വളരെ സിമ്പിൾ ആണല്ലോ. അത് കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും.
ഒട്ടും പ്രയാസമല്ല. മറ്റേത് ഈ പാട്ടുകൾ എന്ന് പറയുമ്പോണ്ടല്ലോ, എനിക്ക് ചിലപ്പോൾ വളരെ ഫണ്ണി തോന്നി. ഈ മലയാളത്തിലെ ഓരോ കുട്ടികൾക്കുള്ള നഴ്സറി റൈംസൊക്കെ പോയി നോക്കി, ഇൻ്റർനെറ്റിലൊക്കെ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വിചാരിക്കും, എന്തെന്നാണ് ഇത്, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ വലിയ പ്രയാസമാണത്. ഫണ്ണി ആയിട്ട് തോന്നും അത്. അപ്പൊ അതിനൊക്കെയാണെങ്കിൽ കുഞ്ഞുണ്ണി കവിതകൾക്ക് വെറുതെ പപ്പടം എന്നുള്ളതിനെ കുറിച്ചിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ പൂച്ച നല്ല പൂച്ച എന്നൊക്കെ പറയുമ്പോൾ കുട്ടികൾക്ക് അത് പറയാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന വിധത്തിലും ഉണ്ടാവുമല്ലോ, ആക്ഷനൊക്കെ കാണിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് കുട്ടികള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ പഠിക്കുകയും ചെയ്യും. വളരെ വളരെ ഫാസ്റ്റാണ് കുട്ടികൾ പഠിക്കാൻ. എനിക്ക് അതിശയം തോന്നാറുണ്ട്. അതെ അതെ അതെ. അപ്പം മോളി ചേച്ചി ഇപ്പൊ നമ്മുടെ കൂടെ വിശേഷങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷെ ചേച്ചി അടുത്ത് പരിചയമുള്ള പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ചേച്ചിയുടെ കൂടെ ഇരുന്നാൽ പഴയ ഹിന്ദി പാട്ടുകൾ ഇങ്ങനെ ഒഴുകി വരുന്നത് കേൾക്കാം. നമുക്ക് ചേച്ചിയുടെ പ്രിയ ഗായികയായ ലതാ മങ്കേഷ്കറിന്റെ പാട്ടുകൾ വെച്ചിട്ട് ഒരു ടാലന്റ് ഷോക്കേസ് സെഗ്മെന്റ് ചെയ്താലോ? നോക്കാം, എങ്ങനെ വരുന്നറിയില്ല, നോക്കാം. പല ഡെക്കേഡ്സുകളിൽ നിന്നുള്ള പാട്ടുകളുടെ ഒരു പ്രോഗ്രഷൻ പോലെ നോക്കാം. ഓ ആയിക്കോട്ടെ. അപ്പം റെഡിയല്ലേ? ശരി, റെഡി. ഓക്കെ, 1950s എന്നുള്ള ഒരു പാട്ട് പാടാം. किस जहां में खो गए हम, भरी दुनिया में तन्हा हो गए, तुम न जाने किस जहां में खो गए. സസ എന്ന സിനിമയിലെ എസ് ഡി ബർമന്റെ പാട്ട് അല്ലേ? അതെ അതെ അതെ. ബ്യൂട്ടിഫുൾ. ഇനി 60കളിൽ നിന്നൊരു പാട്ടായാലോ? हाय रे वो दिन क्यों ना आए, हाय रे वो दिन क्यों ना आए, जाकिर तू लौट आए, हाय रे वो दिन क्यों ना. അന്നത്തെ വലിയൊരു ഹിറ്റായ അനുരാധ എന്ന് പറഞ്ഞ ഫിലിമിലെ പാട്ടായത് അല്ലേ? അതെ അതെ അതെ. പണ്ഡിറ്റ് രവിശങ്കർ അല്ലേ ഇതിന്റെ മ്യൂസിക്? അതെ അതെ. അദ്ദേഹം ചുരുക്കം ചില ഹിന്ദി ഫിലിംസ് ചെയ്തതിലൊന്നാ ഇത് അല്ലേ? അതെ അതെ. ചെയ്തതൊക്കെ വളരെ വളരെ നല്ല പാട്ടുകളായിരുന്നു. അത് ശരി. ഇനി 70s എന്നുള്ള ഒരു പാട്ട്. ना जिया लागे ना तेरे बिना मेरा कहीं जिया लागे ना, ना जिया लागे ना तेरे बिना मेरा कहीं जिया लागे ना, ना जिया लागे ना. മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകനായ സലിൽ ചൗധരി സംവിധാനം ചെയ്ത ഒരു കോമ്പോസിഷൻ ആയതല്ലേ? അതെ അതെ. വളരെ ഫേമസ് ആയിട്ടുള്ള മൂവി ആനന്ദ്. ഓക്കെ. ഇനി 80കളിലേക്ക് വരുമ്പോഴോ? ഇത് സിൽസിലയില് ലത പാടിയത് വളരെ ഫേമസ് ആയിരുന്നു. तू बदन है मैं हूँ छाया, तू न हो तो मैं कहाँ हूँ, मुझे प्यार करने वाले तू जहाँ है मैं वहाँ हूँ, हमें मिलना ही था हमदम इस राह पे निकलते ये कहाँ आ गए हम यूं ही साथ साथ चलते. വളരെ ഇഷ്ടമുള്ള പാട്ടാണ് എനിക്കിത്. ബ്യൂട്ടിഫുൾ. വളരെ വലിയ സംഗീതജ്ഞരായിട്ടുള്ള ശിവകുമാർ ശർമ്മയും ഹരിപ്രസാദ് ചൗരസിയും കൂടെ ഒരുമിച്ച്
ഒരു മാജിക് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പാട്ടായത് അല്ലേ? അതെ അതെ. ഇനി 90s വരുമ്പോ ഉള്ള ലതയുടെ ഒരു നല്ല പാട്ട് പാടിത്തരാമോ? ദിൽ ഘൂം ഘൂം കരേ ഘബരായേ ധൻ ധം ധം കരേ ഡർ जाए एक बूंद कभी पानी की मोरे अखियों से बरसाए दिल घूम घूम करे घबराए. രുദാലി അല്ലേ? അതെ അതെ. ഡിംപിൾ കപ്പാടിയുടെ ഇന്റൻസ് ആയ ക്യാരക്ടറിന്റെ എല്ലാ ഭാവവും ഉൾക്കൊള്ളുന്ന ഒരു പാട്ട്. മോളി ചേച്ചി ഭയങ്കര നന്നായിട്ട് പാടിയ ആ പാട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി. എല്ലാം കേട്ട് സന്തോഷിച്ചിരിക്കുമ്പോൾ എനിക്ക് ആകെ ഒന്നേ പറയാനുള്ളൂ, മോളി ആൻറ്റി റോക്സ്, യു റിയലി റോക്ക്. ഇതിങ്ങനെ ഒരു ചാൻസ് തന്നതിന് എമിക്കും വളരെ വളരെ താങ്ക്സ് കേട്ടോ. മലയാളം റേഡിയോനും വളരെ നന്ദി അറിയിക്കുന്നു. പാട്ട് ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ചിലത് സ്നേഹത്തിന്റെ, ചിലത് സന്തോഷത്തിന്റെ, ചിലത് ദുഃഖത്തിന്റെ, ഇതിന്റെയൊക്കെ റിഫ്ലക്ഷനാണ് നമുക്ക് പാട്ടുകൾ. എന്നാൽ ഇവിടെ മഞ്ജുള ഉമ്മറിന്റെ ജീവിതത്തിൽ പാട്ട് ശീതള ഛായയുള്ള ഒരു തണൽ മരമാണ്. തന്റെ ജീവിതത്തിന് മേൽ തന്നെ കുട ചൂടി നിൽക്കുന്ന ഒരു തണൽ മരം. ഈ സംഗീതം എന്നും മോളി ചേച്ചിക്ക് കൂട്ടായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയും അതോടൊപ്പം തന്നെ ചേച്ചി സിഡ്നിയിൽ ആക്റ്റീവ് സിംഗിങ്ങിലേക്ക് തിരിച്ചു വരണം എന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് പാട്ടിന്റെ വഴികളിലൂടെ എന്ന പരിപാടിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്ക് ഞങ്ങളെ എഴുതി അറിയിക്കുക smr2000au@gmail.com. അടുത്ത 1-ാം തിങ്കളാഴ്ച 7 മണിക്ക് മറ്റൊരു അതിഥിയുമായി കാണുന്നതുവരെ ഹിസ് എമി സൈനിങ് ഓഫ്. ടേക്ക് കെയർ.